അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതൊക്കെ പറയണ്ടല്ലോ, ഇതൊന്നും ചൊല്ലാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടണില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് പണിയും കുട്ടികളെ നോക്കലും ഭർത്താവിനെ നോക്കലും വീട്ടിലത്തെ ഓരോ ജോലിയുണ്ട്. അമ്മായിമ്മയാണെങ്കിലോ വീട്ടിൽ പണിയൊന്നും എടുക്കാത്ത അമ്മായിമ്മയും നാത്തൂന്മാരൊക്കെയാണ് വീട്ടിൽ. അങ്ങനെ ഒരുപാട് പേര് പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ അവരുടെ പ്രശ്നങ്ങൾ എന്നുമായി പങ്കുവച്ചു. അപ്പോഴൊക്കെ ഞാൻ അവരോട് എന്താണ് പറഞ്ഞത്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും മുറാദുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ നമ്മുടെ ലൈഫിൽ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു വരും. അപ്പോഴൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലും മുത്തുനബിയും പണ്ഡിത മഹത്തുക്കളും മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന പല വഴികളും നമ്മൾ പൊരുതി നോക്കും. നമ്മൾ എവിടെയോ നമ്മുടെ ആഗ്രഹം നിറവേറാണ്ടോ, നമ്മുടെ ഇന്നാനുള്ള ആവശ്യം, ഇപ്പോൾ വീട് പണി പൂർത്തിയാവാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീട് പണി പൂർത്തിയാവാനുള്ള ദിക്റുണ്ടോ, അങ്ങനെയൊക്കെ നോക്കണവരേക്കാരം. നിങ്ങളങ്ങനെ നോക്കലില്ല? ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഞാനങ്ങനെ നോക്കിയിരുന്ന ആളായിരുന്നു. അതേമാതിരി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ, സമ്പത്ത് ഉണ്ടാവാൻ, കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ദിക്റുകളും ദുആകളൊക്കെ അന്വേഷിച്ച് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മളിതൊക്കെ കാണും. ഇപ്പോൾ ഓരോരുത്തരുടെ വീഡിയോസ് ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ വീഡിയോസേക്കാരം ചിലരൊക്കെ പെങ്ങളൊക്കെ കാണുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അതിൽ പല ആളുകളും എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. നമ്മൾ വീഡിയോസൊക്കെ കാണും. വീഡിയോസൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ടോ നോക്കി യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തമ്പ് കണ്ടാൽ എല്ലാവരും ഒന്ന് കയറി നോക്കി നോക്കും. പക്ഷെ അതുപോലെ പ്രവർത്തിച്ചവർ ആരെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്ന് മാത്രം നോക്കുക മാത്രമേ ഉള്ളൂ. അല്ലാതെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറണം, ഇവരെനിക്ക് പറഞ്ഞു തന്നതുപോലെ, അല്ലെങ്കിൽ ഈ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതുപോലെ ചെയ്യണം എന്ന് കരുതിയിട്ട് ചെയ്തവർ, അതും ഒരു ദിവസം മാത്രമല്ല, അതിൽ പറഞ്ഞ അത്രയും ഡെയിലി അല്ലെങ്കിൽ 7 ദിവസം 21 ദിവസം പല കണക്കായിട്ടേക്കാരം നമുക്ക് പറഞ്ഞു തന്നിരിക്കാം. ആ ഒരു സമയം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ? മിക്കവരും ഒരു ദിവസം ചെയ്താൽ അല്ലെങ്കിൽ 2 ദിവസം ചെയ്താൽ പിന്നെ 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും അല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളിൽ പലരും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഈ സ്കൂളിലും മദ്രസയിലും പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല പരിശ്രമം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീട്ടിലെ സ്ത്രീകൾക്കും നമുക്ക് പരിശ്രമം പറഞ്ഞിട്ടുണ്ട്. മൻ വജദ, പരിശ്രമിച്ചാൽ നമുക്ക് വിജയമുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ വീട്ടിലെ അടുക്കളപ്പണിക്കും മറ്റും ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മുരിങ്ങാക്കറി, ഒരു മീൻ കറി, ഒരു പപ്പടം പൊരിച്ച് പറഞ്ഞാൽ സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിന് നമുക്ക് ഒരു സമയം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം അങ്ങനെ നോക്കി ഇനി അതും പോരാതിന് അത് ഗ്യാസിൽ വെക്കണവർക്ക് പിന്നെയും കുറച്ചൊക്കെ സമയ ലാഭം കിട്ടും. ഈ അടുപ്പത്ത് വെക്കണവർക്ക് അപ്പോഴും എഫേർട്ട് കൂടുതലായിക്കാരം. പലർക്കും പല വ്യത്യസ്തങ്ങളായ സമയത്തേക്കാരം പണി കഴിയാം. നിങ്ങളൊക്കെ വീട്ടു ജോലി എപ്പോഴാണ് കഴിയാന്ന് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. കാരണം നമ്മളൊക്കെ വീട്ടമ്മമാരാണ്. നമുക്കൊക്കെ ഓരോരുത്തരത് അറിയാനും
അവരുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലുമൊക്കെ ടിപ്സുകളുണ്ടെങ്കിൽ നമുക്കതൊക്കെ നമ്മുടെ ഇതിലൊക്കെ ഉൾപ്പെടുത്താനും നമ്മുടെ കിച്ചണിൽ നമുക്ക് ഉൾപ്പെടുത്താനൊക്കെ നമുക്ക് സഹായിക്കും, ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രഭാത കർമ്മങ്ങളും രാവിലെ ചെയ്യേണ്ട ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സുബഹ് നിസ്കാരം അതിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ പണിയെടുക്കുന്ന എത്ര പേരുണ്ട്. കഴിയണവരൊക്കെ ളുഹാ നിസ്കരിക്കാൻ കേട്ടോ. ളുഹാ നിസ്കാരത്തെ നിസ്സാരമാക്കി കളയരുത്. ളുഹാ നിസ്കരിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ത്രീകൾ വീട്ടിൽ ഒരുപാട് പണികളൊക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എപ്പോഴും വുളു ഉണ്ടായിരിക്കൽ ഏറ്റവും നല്ലതാണ്. വുളു ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ മലക്കുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. മലക്കുകളുടെ സ്നേഹം നമുക്ക് ലഭിക്കും, അവരുടെ സംരക്ഷണം നമുക്കുണ്ടാവും. കാരണം നമ്മൾ വുളു എടുത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അത്രക്കും പുണ്യമേറിയതാണ് നമുക്ക് എപ്പോഴും വുളു ഉണ്ടായിരിക്കൽ. അപ്പോൾ നമ്മൾ വുളു എടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ ഫോണ് നല്ലതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഈ സീരിയൽ, സിനിമ അതൊക്കെ എന്തിനാണ് വെറുതെ കാണുന്നത്? വെറുതെ നമ്മൾ സമയം എന്തിനാണ് നമ്മൾ വേസ്റ്റാക്കി കളയണത്? അതുപോലെ നമ്മൾ ഈ സമയം വേസ്റ്റാക്കി കളയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ പണിയെടുക്കുമ്പോൾ, അടുക്കള പണിയെടുക്കുമ്പോൾ ഇപ്പോൾ പാചകം ചെയ്യും, അടിച്ചു വാരൽ, പാത്രം കഴുകൽ, തുണി അലക്കൽ, അങ്ങനെ ഏത് ജോലിക്കും നമുക്ക് അന്ത്യനാളിൽ നമുക്ക് പ്രതിഫലം ഉറപ്പാണ്. അത് എങ്ങനത്തോൽക്കറിയോ? നമ്മൾ ശപിക്കാതെ ദേഷ്യപ്പെടാതെ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി പ്രതിഫലം, പരലോകത്തെ പ്രതിഫല ഉദ്ദേശം മാത്രം ആഗ്രഹിച്ചിട്ട് നല്ല നീയത്തോടു കൂടി നമ്മൾ നമ്മുടെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ലൈഫിൽ നമുക്ക് തന്നെ ഒരു ബർക്കത്ത്, ഒരു റാഹത്ത് കിട്ടും. ഇപ്പം നമ്മൾ അധികം ഒരുപാട് ടയേർഡായിരിക്കുന്ന സമയക്കാരം ആ സമയത്ത് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് വേഗം കടിച്ചുള്ളേ. അങ്ങനെ കീറടിച്ചിട്ട് ഒരാൾ തന്നെയുണ്ട് ഞാനും തന്നെ. ചിലപ്പോൾ ആവശ്യമില്ലാതെ കുട്ടികളെ തല്ലാനൊക്കെ പോവും, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് പറയും. കാരണം വീട്ടിലെ പണി ഒരുപാട് പണികളുണ്ടാവും. പിന്നെ അങ്ങനെയല്ല, ചിലരുടെ അവസ്ഥ എന്താണ്, അവർക്ക് ആരും കൂടി കൊടുക്കാനോ ഒരു ഉള്ളിയും കൂടി തൊലിച്ചെടുക്കാനും കൂടി ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ പോലൊക്കെ ഉണ്ട്, പല വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്. അത് നമ്മൾ ക്ഷമിച്ച് കാണ്ട് നല്ല, കാരണം വൃത്തി ഈമാനിൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്താലും, വീട്ടു ജോലി ചെയ്താലും നല്ല നീയത്താണ്, ദേഷ്യമാണ്, കുഴുത അസൂയൊന്നുമില്ലാതെ. അപ്പോൾ ചിലർക്ക് നാത്തൂമാരുണ്ട്, എന്നോട് പറഞ്ഞ ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട് കേട്ടോ. നാത്തൂനുണ്ട്, ഉമ്മ ഉണ്ട്, ആരൊന്നിനും കൂടില്ല, ചോറും കൂട്ടാനൊക്കെ മുന്നൊക്കെ വെച്ചെടുക്കണം എന്നെങ്കിലും ഓൾക്ക് അറങ്ങുള്ളൂ. ഒരു ഉള്ളിയും കൂടിയും തൊളിച്ചിടില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ പെണ്ണ് ക്ഷമിച്ചുകാണ്ട്, ഈ സ്ത്രീ ക്ഷമിച്ചുകാണ്ട് അവർക്ക് വേണ്ടി എല്ലാതും ചെയ്തു കൊടുത്താൽ, അതും അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ നിയ്യത്ത് കരുതണം. അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഈ പണികളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എനിക്കാകണില്ലല്ലോ, എൻ്റെ ശരീരം അതിന് യോജിച്ചു വരുന്നില്ലല്ലോ റബ്ബേ, നീ എനിക്കെൻ്റെ ആഗ്രഹം പൂവണിഞ്ഞു തരണേ. അങ്ങനെ
എല്ലാ കാര്യവും അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഉമ്മയും നാത്തുമാരൊന്നും പണി ചെയ്യണില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വേറെ എല്ലാവരോട് പറഞ്ഞ് നടക്കുമല്ലോ. ഓലെന്താ ഒരു പണി എടുക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. ഓൽക്കറിയാം ഇവരങ്ങനെ ചെയ്യാത്തവരാണെന്നറിയാം. അല്ലാതെ എന്താ നമുക്കതിൽ നിന്ന് പരിഹാരം കിട്ടുമോ? ഇല്ല. നമ്മളിന്നും ചെയ്ത് കൊടുക്കും വേണം. എന്നും നേരം മുന്നിലേക്ക് വെച്ചെടുക്കും വേണം. നേരം മുന്നിലേക്ക് വെച്ചെടുക്കും ചെയ്യും, പിരാവും ചെയ്യും. അങ്ങനത്തെ നമുക്ക് പ്രതിഫലം കിട്ടൂല. നമ്മൾ നല്ല നീയത്ത് വിചാരിച്ചിട്ട് ഇപ്പം ഇനിയിപ്പോൾ റബ്ബേ ഞാൻ ഇങ്ങനെ വെച്ച് വിളമ്പിയ ഭക്ഷണം വെച്ചിട്ടാണ് ഓൽക്ക് എനർജി ഉണ്ടാവുന്നത്. ആ എനർജി കൊണ്ടാണ് നിനക്ക് ഈ ഭാഗത്ത് ചെയ്യുന്നത്. അതിൻ്റെ പുണ്യെങ്കിലും എനിക്ക് കൊണ്ട് റബ്ബേ. അല്ലെങ്കിൽ അത് കാരണം എൻ്റെ ഉദ്ദേശങ്ങൾ ഒക്കെ പോവാണെങ്കിൽ തന്നെ ഒരുപാട് ഉദ്ദേശമുണ്ടല്ലോ റബ്ബേ. അങ്ങനെ നമ്മുടെ മുറാദുകളൊക്കെ വെച്ച് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാധിച്ചു തരും. എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകൊണ്ടി. അപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി വീട്ടു ജോലിയായിട്ട് നല്ല സംതൃപ്തിയോടെ സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകും. പിന്നെ ഭർത്തൃ വീട്ടിൽ കഷ്ടപ്പെടുന്ന ഭാര്യയ്ക്ക് അതിൻ്റെ പ്രതിഫലത്തിൻ്റെ കൂമ്പാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാരണം നമ്മൾ ഭർത്തൃ വീട്ടിൽ നമ്മളെ വീട്ടിൽ പണിയെടുക്കാത്തതിൻ്റെ അതിൻ്റെ ഇരട്ടി നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പണിയെടുക്കുന്നുണ്ട് അല്ലേ. കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ സ്കൂളിൽ പോവുക, വരിക, ചോറ് ചായ അങ്ങനെയൊക്കെ പറയുക. ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരാവും മിക്കവരും. നീ എന്തെങ്കിലും ഒരു ഉള്ളിൽ അല്ലെങ്കിൽ ഒന്ന് അടിച്ചോരിക്കൊണ്ട് അത് അടിച്ചോണ്ട് അറിയുമ്പോൾ ആ പണികൾ മാത്രം എടുക്കുന്ന ആൾക്കാരാവും. പക്ഷേ നമ്മളൊരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നമ്മളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത നമ്മൾ എത്രയും പെട്ടെന്ന് പണികളൊക്കെ പഠിക്കണത്. ഇതെടുക്കുകയെന്ന് കണ്ട് ഇതൊക്കെ നമ്മൾ പള്ളിയിൽ നിന്ന് തന്നെ പഠിച്ചു വരും. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെയല്ലേ പഠിക്കുക. ഇത് പല കുത്തുവാക്കും. ഇനി അതിൽ എന്തെങ്കിലും ഉപ്പ് കയറിയ മുളക് കയറിയതാ അതിനൊക്കെ നമുക്ക് കുറ്റേകാരം. അങ്ങനെ ഒരുപാട് കഷ്ടതയിലൂടെയാണ് ഓരോ സ്ത്രീകളും കടന്നു പോകുന്നത്. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് കാണ്ട് നമ്മൾ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല. ഇനി നമ്മൾ എവിടെ പോയാലും ആരുണ്ട് നമ്മുടെ കൂടെ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഓരോ കാര്യവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനൊക്കെ പ്രതിഫലം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. മുത്തുനബിൻ്റെ മകളാണല്ലോ, പുത്രിയാണല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആട്ടുംകല്ല് തിരിച്ച് കയ്യിൽ തയമ്പൊക്കെ പൊട്ടിയിരുന്നു. അതുപോലെ തന്നെ ഈ തോൽപാത്രത്തിലൊക്കെ വെള്ളം ചുമന്നിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ക്ഷമിച്ച് കാണ്ട് ഓരോ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളെ പഴയ തലമുറയൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വീട്ടുവേലയെടുത്തൊക്കെ പ്രയാസപ്പെട്ട് ജീവിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം കേട്ടോ. ഇന്ത്യയുടെ മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു സുൽത്താൻ നസറുദ്ദീൻ എന്ന് പറയുന്നത്. ആ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു ചെറു സംഭവമാണ്, ചെറിയൊരു സ്റ്റോറി. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പത്നി സന്നിധിയിൽ ചെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു: എൻ്റെ കൈവിരലുകൾ നോക്കൂ, അങ്ങേക്കുള്ള പത്തിരി ചുടുമ്പോൾ
പൊള്ളിയതാണീ കൈകൾ. വേലക്കാരികളില്ലാതെ ഇനി കഴിച്ചു കൂട്ടുവാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നസ്രുദ്ദീൻ കണ്ണീരൊലിപ്പിച്ച് തൻ്റെ ഇണയോട് പറഞ്ഞതിങ്ങനെ: പ്രിയതമേ, കാലം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അല്പകാലം കൂടി ഈ കഷ്ടപ്പാടുകൾ ക്ഷമിക്കൂ. അവസാന കാലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് പ്രതിഫലം തരും. നമുക്ക് പറഞ്ഞത് ഇങ്ങനെ രണ്ടാളും ക്ഷമിക്കുകയാണെങ്കിൽ കേട്ടോ, അല്ലാതെ ആ ഭാര്യ മാത്രം ക്ഷമിച്ചതാക്കുകയാണെങ്കിൽ നിനക്ക് പ്രതിഫലം തരും. ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്ത് ഒരു വേലക്കാരിയെ വെച്ചു തരാൻ എനിക്ക് നിർവാഹമില്ല. ഞാൻ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ എഴുതി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആ രാജാവും മക്കളും രാജ്ഞിയും ജീവിച്ചു. അപ്പം അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. നമ്മൾ എന്തും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഏത് പ്രശ്നവും പ്രതിസന്ധിയും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ബലമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്താൽ അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അള്ളാഹുവിൽ നമ്മൾക്ക് ഉറച്ച വിശ്വാസം വേണം. അപ്പോൾ നമ്മൾ ഏതൊരു ജോലി എടുക്കുമ്പോഴും അതിന് നമ്മൾ പ്രതിഫലം അർഹിക്കും. അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം ആഗ്രഹിക്കണം. നമ്മൾ നല്ല നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉറപ്പാണ്. ഇപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത് ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ ഒറ്റക്കാണെങ്കിലും ഇനി അല്ലെങ്കിലും നമുക്കായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ യൂട്യൂബിൽ എല്ലാ ലിങ്കും ഇപ്പോൾ അവൈലബിളാണ്. സ്വലാത്ത്, യാസീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വലാത്തൊക്കെ നമ്മൾ വെച്ച് കണ്ട് ഓരോ ജോലി എടുത്താൽ ഇപ്പോൾ 1000 സ്വലാത്ത് തന്നെ ദിവസവും നമുക്ക് ചൊല്ലാൻ സാധിക്കും. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ തുടങ്ങിയ പല ദിക്റുകളും ദുആകളും യാസീൻ, മുൽക്ക്, അങ്ങനെ എല്ലാ സൂറത്തുകളും ഉണ്ട്. നമ്മൾ വുളൂ എടുക്കുക, നമ്മൾ ഈ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. നമുക്ക് പ്രതിഫലം ഉറപ്പാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും, നമ്മുടെ ഹാജത്ത് നിറവേറും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അസൂയയും കുയിന്തും കിബറൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മനസ്സോടു കൂടി നമ്മൾ സ്വഭാവത്തെയൊക്കെ നമ്മൾ നന്നാക്കാം. നമുക്കും കിട്ടും, നമ്മളും വിജയിക്കും, നമ്മളും ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.